RSS ഉണ്ടായത് 1925-ലാണല്ലോ. RSS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യമുണ്ട്, ഈ മഹാജനപദമുണ്ട്. ആ രാജ്യം RSS ഉണ്ടാകുന്നതിന് മുമ്പ്, RSSന്റെ വലിയ നേതാക്കളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഈ രാജ്യം, ഈ മഹാജനപദം, അന്നത്തെ വലിയ സാമ്രാജ്യം ഭരിച്ച ആളുകളാണ് മുഗൾ രാജവംശം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 700 കൊല്ലം ഭരിച്ചു ഹർഷാവർ. അതായത് ബാബർ 1483 മുതൽ 1530 വരെ, ഹുമയൂൺ 1508 തൊട്ട് 1556 വരെ, അക്ബർ 1556 തൊട്ട് 1605 വരെ, ജഹാംഗീർ 1605 തൊട്ട് 1627 വരെ, ഷാജഹാൻ 1628 തൊട്ട് 1658 വരെ, ഔറംഗസേബ് 1658 തൊട്ട് 1707 വരെ. 700 കൊല്ലം ഭരിച്ച ആളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്ന് മാത്രമാണോ, നമ്മുടെ മഹാഭാരതവും രാമായണവും ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് മറ്റൊരു ഭാഷയിലേക്ക് എത്തിച്ചത് ആരാണ്? അക്ബറാണ്. RSSകാരല്ല. ഇതാ മഹാഭാരതവും രാമായണവും ഞങ്ങളുടെ മഹത്തായ സാധനമാണ് കേട്ടോ, മഹത്തായ സാഹിത്യ കൃഷിയും ഞങ്ങളുടെ പുരാണങ്ങളുമാണ് കേട്ടോ എന്ന് പറയുന്നത് അക്ബറാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പേർഷ്യൻ ഭാഷ വഴി മറ്റു ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ വിവർത്തനത്തിന് വേണ്ടി മാത്രമായിട്ട്, സാംസ്കാരിക കൈമാറ്റത്തിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയ ആളാണ് അക്ബറാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട. അക്ബറിനെ മഹാൻ എന്നല്ലാതെ പിന്നെന്താണ് വിളിക്കാൻ നോക്കൂ. ഇതിനു മുമ്പ് ചെങ്കിസ് ഖാൻ്റെയും തൈമൂറിൻ്റെയും സാമ്രാജ്യങ്ങൾ തൊട്ട് ഉള്ള ആ കാലത്ത് ലോകത്ത് തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ സാമ്രാജ്യമായിരുന്നു ചെങ്കിസ് ഖാൻ്റെ സാമ്രാജ്യം. അത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ, ചരിത്ര പഠനങ്ങൾക്കൊക്കെ ഇരയായിട്ടുണ്ട്. പക്ഷേ എങ്കിലും 300 വർഷത്തിലേറെ, 300 വർഷം എന്ന് പറയുന്നത് ഈ മുഗൾ രാജവംശത്തിന്റെ കാലമാണ്. ഞാൻ പറയുന്നത് ചെങ്കിസ് ഖാനും തൈമൂറിദ് എംപയറും ചെങ്കിസ് ഖാന്റെ മംഗോൾ എംപയറും തമ്മിൽ കണക്ഷൻ. ഈ ബാബറിലേക്ക് വരുന്ന ഈ അച്ഛൻ വഴിയും അമ്മ വഴിയും ഇങ്ങനെയാണ് വരുന്നത്. അതായത് ബാബറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ആര്? തൈമൂർ. അപ്പോൾ ആ കാലത്ത് അന്നും ആ സാമ്രാജ്യത്തിന് കീഴിലാണ് ഈ പറയുന്ന മഹാജനപദം. മുഗൾ രാജാക്കന്മാർ 300 വർഷക്കാലം ഭരിച്ചു. 300 വർഷക്കാലം ഭരിച്ചിട്ട് അവസാനത്തെ ഈ പറയുന്ന മുഗൾ രാജാവ് 1837 തൊട്ട് 1857 വരെയുള്ള ബഹദൂർ ഷാ സഫർ, അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെയാണെന്ന് പറയാം, 1857-ലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ കലാപം, ആ പ്രശ്നം, ആ സംഘർഷം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നപ്പോൾ ആ കലാപകാരികൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതിൻ്റെ നേതാവായിട്ട് മുന്നിൽ നിർത്തിയത് മുഗൾ രാജാവായിരുന്ന, അക്കാലത്ത് ദുർബലനാണ്, ആ ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. ഈ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ വിചാരണ നടത്തിയിട്ട്, പിന്നീട് പിടിച്ച് വിചാരണ നടത്തിയിട്ട് അദ്ദേഹത്തെ റങ്കൂണിലേക്ക്, മ്യാൻമറിലേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ ഉണ്ടാക്കുകയും അതിൻ്റെ സംസ്കാരത്തെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് നാട് വിട്ടു പോകേണ്ടി വന്ന ആളാണ് ഇവർ എന്ന കാര്യം നമ്മൾ മറക്കരുത്. RS ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ ഉണ്ടാക്കിയ മനുഷ്യരാണ് മുഗളന്മാരെന്ന കാര്യം നമ്മൾ പറഞ്ഞു തന്നെ പോകണം.